ശ്രീ സോണി ചെറുവത്തൂർ, ഇപ്പോ ഈ പലപ്പോഴും ദക്ഷിണാഫ്രിക്കയ്ക്ക് വിനയായിരുന്നത് ഈ മഴ നിയമവും ഒക്കെയായിരുന്നു. പക്ഷേ ആ വീണ കണ്ണീരിനൊക്കെ ഇന്ന് ദക്ഷിണാഫ്രിക്ക പകരം വീട്ടിയിരിക്കുന്നു. യാതൊരു സംശയമില്ല, അത് തീർത്തും അർഹിച്ചിരുന്നതാണ്. ഇത്രയും കാലത്തെ കാത്തിരിപ്പ് ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലൂടെ നേടിയെടുക്കാൻ, ഒരു ICC ട്രോഫി നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചല്ലോ. എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഭാഗ്യക്കേടുകൾ വിടാതെ പിന്തുടരുന്ന ഒരു ടീമാണ്. ഇക്കുറിയും അത്തരത്തിലുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഇന്നലെ കളി അവസാനിക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബൗമ ഒരു ഗംഭീര ക്യാപ്റ്റനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ഒരു മത്സരമായി തന്നെ ഇതിനെ കാണണം. ഈ ലോകവേദികളിൽ 12 വട്ടമാണ് സെമിയിലും ഒരിക്കൽ ഫൈനലിലും ഇതേപോലെ കണ്ണുനീര് വീഴ്ത്തേണ്ടി വന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്നലെ കളി അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും ഇത് എന്തും സംഭവിക്കാമെന്നുള്ളത് പക്ഷേ നമ്മൾ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നിയിരുന്നതും, ഒരു ഭാഗത്ത് നേരെ തിരിച്ച് പല സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടും ലോക കിരീടങ്ങൾ അനായാസം നേടിയിട്ടുള്ള ഓസ്ട്രേലിയയാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കളി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ബോളേഴ്സ് കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും, വിക്കറ്റ് കുറച്ചുകൂടി അസിസ്റ്റൻസ് ഉണ്ടാവും. ആ സമയത്തൊക്കെ തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാം, പ്രത്യേകിച്ച് ഏഴ് മാക്രത്തിനൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ആദ്യമായിട്ട് അണ്ടർ-19 ലോകകപ്പ് നേടിക്കൊടുത്ത ഐഡൻ മാർക്രത്തിന്റെ ആ ഒരു ഇന്നിങ്സ് ഒരുപക്ഷെ ഒരു സൗത്ത് ആഫ്രിക്കൻ ആരാധകനും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ശ്രീ ചെറുവത്തൂർ, ഒരു കാര്യം, ഈ ഇതിഹാസം ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരങ്ങളൊന്നും നിലവിലെ ഈ സംഘത്തിലില്ല. അവിടെയാണ് പല കിരീടങ്ങൾ വാരിക്കൂട്ടിയ ഓസ്ട്രേലിയയെ ടെമ്പ ബൗമയുടെ ഈ സംഘം തോൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ടീം ഒരു സുവർണ സംഘമായി കൂടി അറിയപ്പെടില്ലേ? വളരെ വളരെ മികച്ച ഒരു ഒബ്സർവേഷൻ ആണ്. കാരണം നമുക്കറിയാം ഹാൻസി ക്രോണിയ, ജാക്ക് കാലിസ്, ഗ്രെയിം സ്മിത്ത് പോലെയുള്ള മഹാരഥന്മാർ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അവരുടെ ഇതിഹാസ താരങ്ങൾക്കൊന്നും സാധിക്കാത്ത, ഒരുപക്ഷെ എടുത്തു പറയാൻ പാകത്തിലേക്ക് പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെ പ്രകടനങ്ങളും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ലാതെ, റവാഡയെ മറന്നുകൊണ്ടല്ല, പക്ഷെ എന്നാൽ പോലും അത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ലാതെ ഒരു ഒത്തായ ടീമിന്റെ പ്രകടനത്തിലൂടെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അത് ഈ ഒരു മത്സരം മാത്രമല്ല, ഈ സൈക്കിളിലെ എല്ലാ മത്സരങ്ങളിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ടീം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ടീം, ഒരുപക്ഷെ ആ ചോക്കേഴ്സ് എന്നുള്ള ടാഗ് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തെളിയിക്കുന്ന പ്രകടനങ്ങളായിരിക്കും ഈ ടീമിൽ നിന്നുണ്ടാവുക. ഈ ടെമ്പ ബൗമ എന്ന നായകന്റെ പോരാട്ട വീര്യവും മറക്കാനാവില്ലല്ലോ ശ്രീ ചെറുവത്തൂർ ഈ ക്രിക്കറ്റ് പ്രേമികൾ. കാരണം പരിക്കേറ്റ് മുടന്തുന്ന അവസ്ഥയിൽ പോലും ഓസ്ട്രേലിയയുടെ പെരുമ കേട്ട പേസ് നിരക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ടായിരുന്ന മാക്രമിന് പിന്തുണ നൽകിയാണ് താരം നിർണായകമായത് ഇന്ന്. അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ്. അതിനേക്കാൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹം ക്യാപ്റ്റൻ ആയത് അല്ലെങ്കിൽ ടീമിൽ വന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണെന്നുള്ള വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ പല സമയത്തും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ ഒരു ഫൈറ്റിംഗ് ഇന്നിങ്സ് മാത്രമല്ല, ആദ്യ ഇന്നിങ്സിലും ആ ഇന്നിങ്സിന്റെ നെടുന്തൂണായിട്ട് മാറിയത് ടെമ്പ ബൗമ തന്നെയാണ്. അത് ഈ മത്സരത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പുള്ള അവരുടെ ഈ സൈക്കിളിന്റെ ബാക്കി മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം നിർണായകമായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു മിഡിൽ ഓർഡറിൽ നൽകാൻ സാധിക്കുന്ന സ്റ്റെബിലിറ്റി, പ്രത്യേകിച്ച് നമുക്ക് സാധാരണ സൗത്ത് ആഫ്രിക്കൻ ബാറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഷോർട്ടായിട്ടുള്ള പ്ലെയറാണ്. പക്ഷെ അദ്ദേഹം കാഴ്ചവെക്കുന്ന ബാലൻസ് തീർച്ചയായിട്ടും എല്ലാ കളിക്കാർക്കും കണ്ടു പഠിക്കാനുള്ള അത്രയുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ നമുക്കൊപ്പം ചേർന്നതിന്.